ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് സിലിണ്ടറിക്കൽ ഇൻ്റഗ്രേഷൻ, അതായത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ വരുന്ന ഇൻ്റഗ്രേഷൻ എന്താണ്. അപ്പം അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് അറിയണം. നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്താ? നമ്മൾ സാധാ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് പഠിച്ചു, പിന്നെ പോളാർ പഠിച്ചു, ഇനി അത് കഴിഞ്ഞിട്ട് സിലിണ്ടറിക്കൽ. റെക്ടാങ്കുലർ എന്തിനാ നമ്മൾ യൂസ് ചെയ്ത XYZ സാധനം. പിന്നെ പോളാർ എന്തിനാ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട്, അതായത് ഇപ്പോൾ XYZ കോർഡിനേറ്റ്സിൽ നമുക്ക് റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പോളാർ, ചില കേസുകളിൽ പോളാർ യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് XYZ ചില ബുദ്ധിമുട്ടുകളുടെ കേസ് വരുമ്പോൾ ചെയ്യുന്നൊരു സംഭവമാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഇവിടെ നമുക്ക് 3 വേരിയബിൾസാണ് ഉള്ളത്. ഒന്ന് Z, R, θ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ കോർഡിനേറ്റ്സ് തന്നെ, പക്ഷേ എങ്കിൽ 3 ഡയമെൻഷനിലാണേ ഉള്ളൂ. അതായത് പോളാർ കോർഡിനേറ്റ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു പോയിന്റ് എടുക്കുമ്പോൾ എന്താണ്, ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ആറും തീറ്റയും, അതല്ല പോളാർ കോർഡിനേറ്റ്സ്. സെയിം സംഭവം തന്നെ, ഒരു ഹൈറ്റും കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു വേറെ ഡയമെൻഷൻ കൂടി ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് ബേസിക്കലി 3 ഡയമെൻഷണൽ പോളാർ സിസ്റ്റം, അതായത് പോളാർ സിസ്റ്റം സെറ്റ് ആക്സിസ്. അതായത് 6 തീറ്റ ഉള്ള ഒരു പ്ലെയിന്, അതിൻ്റെ ഒപ്പം ഒരു സെറ്റ് ആക്സിസ്, അതായത് ഹൈറ്റിൻ്റെ ആക്സിസ്. ഓക്കെ, ഇനി എന്താണ് സംഭവം എന്ന് നോക്കാം. നമുക്കൊരു പോയിന്റ് പി, ഇത് സെറ്റ് ആക്സിസ്. ഓക്കെ, സ്പേസിലാണ് കംപ്ലീറ്റ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? 2 ഡയമെൻഷനിൽ, അതായത് ഒരു പ്ലെയിനിലായിരുന്നു നടക്കുന്നത്. ഇവിടെ നമ്മൾ സ്പേസിലാണ്. ഓക്കെ, സ്പേസിലുള്ള ഒരു പോയിന്റ് പി എടുത്തു. ഈ പീനെ നമുക്ക് എങ്ങനെ ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, നമ്മൾ XYZ കോർഡിനേറ്റ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറ്, അതുപോലെ തന്നെ ഫസ്റ്റ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് XY പ്ലെയിനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു ലൈൻ XY പ്ലെയിനിലേക്ക് വരയ്ക്കുന്നു. സോറി, ഇന്ന് XY പ്ലെയിനിലേക്ക് ഒരു ലൈൻ ഓക്കെ, അതിട്ടു. ഈ ഹൈറ്റിനാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഹൈറ്റിന് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ മുട്ടിയല്ലോ, XY പ്ലെയിനിൽ മുട്ടിയല്ലോ. ഇനി നമ്മൾ യൂഷ്വൽ പോളാറിൽ എന്താ ചെയ്യുക? ഇനി നമുക്ക് എന്താണ്, ആറും തീറ്റയല്ലേ വേണ്ടത്. പോളാറിൽ എന്താ ചെയ്യുക? ആ പോയിന്റിനെ നമ്മൾ ഒറിജിനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു, ഇല്ലേ? ഈ പോയിന്റിനെ നമ്മൾ ഒറിജിനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഈ ജോയിൻ ചെയ്ത സാധനത്തിന് നമ്മൾ എന്താണ്, ആർ എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്റ്റൻസിനെ, ഈ ഡിസ്റ്റൻസ് ആണ് ആർ. പിന്നെ എക്സ് ആക്സിൽ ഇനീഷ്യൽ റേ തീറ്റ എന്തായിരുന്നു? ഇനീഷ്യൽ റേന്ന് ആറിലേക്കുള്ള ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള ഒരു ആംഗിൾ തീറ്റ. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പോയിന്റിന് പീനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു? പീനെ ZR തീറ്റ പറഞ്ഞൊരു ട്രിപ്പിൾ കോർഡിനേറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല, സ്പേസ് ഒരു പോയിന്റർ എടുക്കുന്നു, പോയിന്റർ നേരെ XY പ്ലെയിനിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വിളിക്കുന്നു. പിന്നെ ആ ഡ്രോപ്പ് ചെയ്ത ഡിസ്റ്റൻസ് XY പ്ലെയിനിൽ തട്ടിയ പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ആറെന്ന് വിളിക്കുന്നത്. ആറെന്ന് പറഞ്ഞ ആ ഡിസ്റ്റൻസിൻ്റെ ഒരു ലൈനല്ലേ, ആ ലൈനും ഇനീഷ്യൽ റേ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. 3 സാധനം കിട്ടി. ഓക്കെ, കണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നു സെഡ് പറഞ്ഞിട്ട്, പിന്നെ അതിന് നേരെ XY പ്ലെയിനിൽ ഒരു ലൈൻ ഒറിജിനിലേക്ക് വരയ്ക്കുന്നു. അതിൻ്റെ ഡിസ്റ്റൻസ് 6. പിന്നെ ഇനീഷ്യൽ റേ എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ സിസ്റ്റം, സിലിണ്ടറിക്കൽ സിസ്റ്റം. നമ്മൾ പോളാറിൽ എന്തൊക്കെ ചെയ്ത് അതേ സെയിം സാധനം തന്നെ. പോളാറിൽ എന്തായിരുന്നു? എക്സ് എന്തായിരുന്നു? ആർ കോസ് തീറ്റ. വൈ എന്തായിരുന്നു? ആർ സൈൻ തീറ്റ. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? 6. വൈ ബൈ എക്സ് ടാൻ തീറ്റ.
സെയിം സാധനം തന്നെയാണ് സിലിണ്ടറിക്കലും എന്താണ് റെക്ടാങ്കിളും തമ്മിലുള്ള റിലേഷൻ. അതായത് ഒരു റെക്ടാങ്കിൾ കോർഡിനേറ്റ്, അതായത് XYZ തന്നിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ വരണമെങ്കിൽ ഈ സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ്. പിന്നെ സെഡ് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടാവും കേട്ടോ. സെഡ് നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല, സെഡിന് സെഡ് തന്നെയാണ്. അതായത് ഇവിടെ സെഡ് ആക്സിസ് തന്നെയാണ്, അതുകൊണ്ടാണ് സെഡിനെ ഒന്ന് മാറ്റുന്നത്. ഇനി ഹൗ ടു ഇന്റഗ്രേറ്റ്. ഞാനത് ബേസിക് ആയിട്ട് പറഞ്ഞ, ഞാൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞോണ്ടാ കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പറഞ്ഞത്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇതാണ്. നമുക്കിപ്പോൾ എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ അല്ലേ, സോറി ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്. ഇവിടെ 3 ആക്സസ് ഉണ്ടല്ലോ, ഇവിടെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ. ഒരു മിനിറ്റ്. ഓക്കെ, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ അല്ല, സോറി, എഫ് ഓഫ് സെഡ് ആർ തീറ്റ ഡി വി. നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ ഡി വി എന്തായിരുന്നു? ഡി വി ഈക്വൽ ടു എന്താ? ഡി സെറ്റ് ഡി വൈ ഡി എക്സ് അല്ലേ. പിന്നെ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആകുമ്പോൾ എന്താ, നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ എന്ത് ചെയ്ത് ഡി വൈ ഡി സെറ്റ് എന്തായിരുന്നു? ആർ ഡി ആർ ഡി തീറ്റ അല്ലേ. ഇവിടെ തന്നെ. അപ്പോൾ എന്താ സംഭവം? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് എഫ് ഓഫ് ഈ സാധനമുണ്ട്, എഫ് ഓഫ് ആർ തീറ്റ സെഡ് ആർ തീറ്റ ഡി സെറ്റ് ആർ ഡി ആർ ഡി തീറ്റ. അത്ര ഉള്ളൂ. ഓക്കെ, ഇനി എന്താ, ഇനി എന്താ പറയാ, ഇനി നമുക്ക് എന്താ ഡി റീജിയൻ ഡി എന്ന് പറഞ്ഞാൽ റീജിയൻ എന്താ, ഒരു 3 ഡയമെൻഷനുള്ള ഉള്ള ഒരു സ്ട്രക്ചറാണ്, അതായത് സ്പേസിലുള്ള സ്ട്രക്ചറാണ് ഡി. ആ ഡീനെ നമുക്ക് ഇൻഇക്വാലിറ്റി എല്ലാം വെച്ച് റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് ട്രിപ്പിൾ ഇന്റഗ്രേഷനിൽ? ഫസ്റ്റ് എന്താ ചെയ്യുക, സെഡ് ആക്സിസിന് പാരലായിട്ട് ലൈൻ വരയ്ക്കും, ആ ഡിയിലൂടെ പാസ് ചെയ്യുന്നത്. സെഡിൽ എവിടെ നിന്ന് കയറുന്നു എവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു എഴുതുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈ വൈ ആക്സിസിന് പാരലായിട്ട് അതിൻ്റെ ഷാഡോ, അതായത് പ്രൊജക്ഷൻ എടുക്കുന്നു. അത് നമ്മളെന്ത് ചെയ്തു ഇവിടെ റെക്ടാങ്കിൾ കോർഡിനേറ്റ്സിൽ? ട്രിപ്പിൾ ഇന്റഗ്രൽ നമ്മൾ എന്താ ചെയ്തേ, ഇവിടെ എന്താ ഡി സെറ്റ് ഡി വൈ ഡി എക്സ് അല്ലേ. നമ്മളെന്താ വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു, എവിടെ കയറുന്നു എവിടെ എക്സിറ്റ് ചെയ്യുന്നു നമ്മൾ നോക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ സ്ട്രക്ചർ എക്സ് വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഒരു ഷാഡോ റീജിയൻ നോക്കുന്നു. ആ ഷാഡോ റീജിയനിന് കിട്ടി, അതിന് നമ്മൾ ആർന്ന് വിളിക്കുന്നു. ഇനി ആറിൽ എന്തൊക്കെയാണ് ഡി വൈ ഡി സെഡ് ഡി വൈ ഡി എക്സ് അല്ലേ ഉള്ളത്. ഡി വൈ ഡി എക്സിന് മാത്തമാറ്റിക് റെപ്രസെന്റ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്താ ചെയ്യാം, വൈ അല്ല ഫസ്റ്റ്, വൈന് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു, എവിടെ കയറുന്നു എവിടെ എക്സിറ്റ് ചെയ്യുന്നു നോക്കുക, എക്സ് എവിടേക്ക് വേരി ചെയ്യുന്നു നോക്കുക, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇവിടെ സ്പെഷ്യൽ എന്താ, നമുക്കിവിടെ ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഓക്കെ ഫസ്റ്റ് ഡി സെഡ് തന്നെയാണ്, ഹൈറ്റ് ഡി സെഡ് തന്നെയാണ്, ഐ മീൻ ഹൈറ്റ് സെഡ് തന്നെയാണ്. പിന്നെ ഈ എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് എക്സും വൈ അല്ല ഉള്ളത്, അവിടെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് ആണ്, അതായത് ആർ ഡി ആർ ഡി തീറ്റ ഈ സാധനമാണ് നമുക്ക് ഉള്ളത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതാണ് സ്ട്രക്ചർ എന്ന് വിചാരിച്ചോ, സ്പേസുള്ള സ്ട്രക്ചർ. ഫസ്റ്റ് ഡി സെറ്റ് അല്ല വേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് മേലോട്ടേക്ക് കൂടെ ഉള്ളിക്കോട്ട് കൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഇവിടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്ന കെർവ് സെഡ് ഈക്വൽ ടു ജി വൺ ഓഫ് ആർ തീറ്റ, എക്സിറ്റ് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു ജി ടു ഓഫ് ആർ തീറ്റ, എക്സിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്, ആറ് ഡി ആറും ഡി തീറ്റയും അല്ല വേണ്ടത്, അടുത്ത് ആറ്. അതിനാ നമ്മൾ ചെയ്യുക, നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്ത പോലെ തന്നെ ഷേഡ് എടുക്കുന്നു എക്സ് വൈ റീജിയനിൽ, ഐ മീൻ എക്സ് വൈ പ്ലെയിനിൽ ഒരു ഷേഡ് എടുക്കുന്നു.
അതിനെ ആറെന്ന് വിളിക്കുന്നു. ഈ ആറിനെ നമ്മൾ പോളാറിൽ ചെയ്യുന്ന പോലെ തന്നെ r തന്നെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒറിജിനിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, ഫസ്റ്റ് എന്താ ചെയ്യുക, ഒറിജിനിൽ നിന്ന് ആറിലൂടെ പോകുന്ന രീതിയിൽ പുറത്തോട്ടേക്ക് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആറിൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത്. ഒറിജിനിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. എവിടെ കയറുന്നു നോക്കുക, എവിടെ എക്സിറ്റ് ചെയ്യുന്നു നോക്കുക. h1 ഓഫ് തീറ്റയിലൂടെ കയറുന്നു, h2 ഓഫ് തീറ്റയിലൂടെ എക്സിറ്റ് ചെയ്യുന്നു. 6 enters through h1 of theta, exit എന്താ, exit h2 of theta. പിന്നെ തീറ്റ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്ത് നോക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. തീറ്റ എന്താ, ഫസ്റ്റ് ഈ ആംഗിളിൽ നിന്ന് തുടങ്ങുന്നു. ഇവിടെ അല്ലേ ഫസ്റ്റ് സ്ഥലം, ഫസ്റ്റ് പോയിന്റ്. ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ആംഗിൾ എന്താ, എക്സാക്സിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് θ1. ഈ ആംഗിൾ എന്താ, ഐ മീൻ ഈ പോയിന്റ് എക്സാക്സായിട്ട് എത്ര ഉണ്ടാക്കും, θ2. ഓക്കെ, തീറ്റ ഫ്രം θ1 to θ2. അത്രേ ഉള്ളൂ. കണ്ടോ, എഫ് ഓഫ് ആർ തീറ്റ സെറ്റ് ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. ഫസ്റ്റ് സെഡ് ആയതുകൊണ്ട് സെഡ് ലിമിറ്റ്സ് എന്താ, G1 കയറുന്നു, G2 എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത ആറിൻ്റെ ലിമിറ്റ്സ് ആറ്, h1 കയറുന്നു, h2 എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ തീറ്റ വേരീസ് ഫ്രം തീറ്റ ഈക്വൽ ടു, അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആൽഫ എന്ന് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ θ1 കൊടുക്കാം, എക്സിറ്റ് ടു θ2. ഓക്കെ, തൽക്കാലം മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ എനിക്കിത് പെട്ടെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ സംഭവം മനസ്സിലായിക്കോളും. ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഫോർ ഇന്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് ആർ തീറ്റ സെഡ് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്താ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, over the region D, bounded below by the plane z equal to 0, laterally by the surface square plus y minus 1 whole square equal to 1, and above by the paraboloid. ഈ സിലിണ്ടർ എന്ത് സംഭവം, ഇതെന്ന് പറയണത് അല്ല, അതിന് മുന്നേ ഡി എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വേണ്ട, ചോദിച്ചേക്കുന്നത് നമുക്ക് ഡിന്റെ ലിമിറ്റ്സ്, അതായത് ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് എന്താന്ന് എഴുതുക വേണ്ടു. ഓക്കെ, അതായത് ഇന്നിക്വാലിറ്റി കണ്ടുപിടിച്ചാൽ മതി. അത് ആദ്യം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടത്, ഡി എന്താന്ന് അറിയണം. ഡി എന്താ, നമുക്ക് z = 0 പറഞ്ഞ പ്ലെയിന്, പിന്നെ ഈ സിലിണ്ടർ, പിന്നെ ഈ പാരാബോള, ഇത് മൂന്നും ബൗണ്ട് ആവുന്ന ഒരു റീജിയൻ, അതാണ് ഡി. z = 0 എന്താ, z = 0 ഒന്നുമില്ല, ഇങ്ങനൊരു പ്ലെയിൻ ഉണ്ടെങ്കിൽ y ഇത് x, ഇത് XYZ സ്പേസ് ആണ്. z = 0 വെച്ചെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഹൈറ്റ് ഉണ്ട്, അതായത് XY പ്ലെയിൻ തന്നെയാണ് ഈ പ്ലെയിൻ. ഓക്കെ, ഈ പ്ലെയിനാണ് ഒരു ബൗണ്ട്. പിന്നെ x² + y - y - 1 ഹോൾ സ്ക്വയർ ഇരിക്കുന്നത്, ഇതൊന്നുമില്ല, ഇത് സിലിണ്ടർ ആണ്. സിലിണ്ടർ വിത്ത് നമ്മുടെ ഇതില്ല, സിലിണ്ടർ വിത്ത് റേഡിയസ് 1 ആൻഡ് ബേസ് സെന്റർ 0, 1. അതായത് എക്സ് മൈനസ് ഒന്നുമില്ലല്ലോ, x - 0 അല്ലേ, ഇപ്പൊ എക്സിന്റെ പോയിന്റ് 0, പിന്നെ y - 1 അല്ലേ, അപ്പോൾ വൈൻ്റെ കോർഡിനേറ്റ് 1. അത് സെൻറ്റർ അയക്കുന്ന ഒരു
അതായത് x0 അല്ലേ, x0 y1, x0 ഇങ്ങോട്ടേക്കൊന്നുമല്ലേ y1. ഇത് സെന്റർ ആയിരിക്കുന്നതാ, ഇതാണ് പോയിന്റ് 0 1. ഇങ്ങനത്തെ സർക്കിൾ കിട്ടും. ആ സർക്കിള് ബേസ് ആയിരിക്കുന്ന ഒരു സിലിണ്ടർ, ഇങ്ങനെ സിലിണ്ടർ വരും. അതൊരു സിലിണ്ടർ. പിന്നെ പാരാബോളയുടെ x² + y² = z. ഇങ്ങനൊരു ഒരു പാരാബോളോയിഡ് ആണ് സംഭവം. അപ്പൊ ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു റീജിയൻ ആണ് വേണ്ടത്. അത് ഈ റീജിയൻ ആണ്. ഈ പാരാബോളോയിഡ് ഇവിടെ ഈ സിലിണ്ടറിനെ കട്ട് ചെയ്യും. കണ്ട, ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു റീജിയൻ. ഈ സംഭവമാണ് നമുക്ക് വേണ്ടത്. ആ റീജിയൻ നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. കണ്ട, ഓക്കെ. ഇനി നമുക്കിപ്പോ റീജിയൻ എന്താ മനസ്സിലായി. ഇതാണ് നമുക്കുള്ള പോർഷൻ. ശരിക്കും പാരാബോളോയിഡ് ഇങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് പോയി, ഈ സിലിണ്ടറിനെ കട്ട് ചെയ്ത് പോയി. അതുകൊണ്ടാണ് ഈ റിസൾട്ടിങ് ഫിഗർ കിട്ടിയത്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്കിപ്പോൾ എന്താ ഉള്ളത്? ഡി എന്ന് പറഞ്ഞ ഫിഗർ ഉണ്ട്. നമുക്ക് ഡീനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് എന്താ ഉള്ളത്? ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ അല്ലേ? ഫസ്റ്റ് സെഡ്, ഫസ്റ്റ് സെഡ് അല്ല, സെഡിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഇൻഇക്വാലിറ്റി എവിടെ മുതൽ എവിടെ വരെയാണ്. അതിനെന്താ ചെയ്യുക? നമ്മൾ താഴത്തുനിന്ന് സെഡ് ആക്സിന് പാരലായിട്ട് മേലോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു അല്ലേ? ഇതാണ് സെഡ് ആക്സിസ്. ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. ഫസ്റ്റ് ആ സർക്കിളിന്റെ ബേസിലൂടെ കയറുന്നു, നേരെ മേലോട്ടേക്ക് ഈ പാരാബോളോയിഡിൽ തട്ടിയിട്ട് കയറുന്നു അല്ലേ? ഇപ്പൊ സർക്കിളിന്റെ ബേസ് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബേസ് അല്ലേ? ആ ബേസ് എന്താ? z = 0 അല്ലേ? xy പ്ലെയിൻ അല്ലേ? ഇപ്പോ എൻഡേഴ്സ് ഫ്രം z = 0 ടു എക്സിറ്റ് എന്താ ചെയ്യുക? ഈ പാരാബോളോയിഡിലൂടെ എക്സിറ്റ് ചെയ്യുന്നത്. എക്സിറ്റ് ചെയ്യുന്നത് എന്താ? z = x² + y², അതായത് ആ പാരാബോളോയിഡ് അല്ലേ? പിന്നെ ഇനി ആറല്ലേ അടുത്തത്? ഡി ആർ അല്ലേ? ആറ് അടുത്തതായതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഷാഡോ കണ്ടുപിടിക്കണം. ഷാഡോ റീജിയൻ, അതിനെ നമുക്ക് ആ ക്യാപിറ്റൽ ആർ എന്ന് വിളിക്കാം. ഷാഡോ റീജിയൻ എന്താ? ഷാഡോ റീജിയൻ ഒന്നുമല്ല, ഈ സർക്കിൾ കണ്ട, ബേസ് സർക്കിൾ കണ്ട, അതാണ് നമുക്ക് ഷാഡോ. ഇപ്പം മേളിന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളല്ല ഷാഡോ വരിക. ഓക്കെ, ഇതാണ് ബേസ്. XY ഉണ്ടാകുന്ന പ്രൊജക്ഷൻ, ഈ സർക്കിൾ. ആ സർക്കിളിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് അല്ലേ വേണ്ടത്? ആ സർക്കിളിനെ പോളാർ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യാതെ. ആ സർക്കിൾ എന്താ ശരിക്കും? ഈ സർക്കിൾ എന്താ? സർക്കിൾ എന്താണ് ശരിക്കും? സെന്റർ 0 1 ആയിട്ടുള്ള, റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. അതെന്താ? എൻ്റെ ഇക്വേഷൻ എന്താ? x² + y - 1² = 1. അതാണ് എൻ്റെ ഇക്വേഷൻ വരിക. അപ്പം അതിനെ പോളാർ കോർഡിനേറ്റ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനാണ്? വേറൊന്നുമില്ല, നമുക്ക് എന്താ സിലിണ്ടറിക്കലും പോളാറും കാർട്ടീഷ്യനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന എന്താ? ഇക്വേഷൻസ് അല്ലേ? x = r cos θ, y = r sin θ. ശരിക്കും ഇത് രണ്ട് മതി. അയ്യോ സോറി. പിന്നെന്താ? x² + y² = r², ഇതല്ലേ?
ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഇതെന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്താ വൈ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് അല്ല മൈനസ് അല്ലേ മൈനസ് 2y ഈക്വൽ ടു വൺ. ഇവിടെ വണ്ണും ഇവിടെ വൺ വേണ്ട, ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ ഇവിടുന്ന് ആർ സ്ക്വയർ മൈനസ് 2y അല്ല ഈ വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2y 2 ഇൻറ്റു y എന്താ ആർ സൈൻ തീറ്റ ഈക്വൽ ടു ഇവിടെ വൺ ഉണ്ട്, ഇവിടുത്തെ പ്ലസ് വൺ ഇല്ലേ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് വൺ, ഇത് ഈക്വൽ ടു എന്താ 0 ആയി. അപ്പൊ എന്താണ് ആർ സ്ക്വയർ മൈനസ് 2r sin തീറ്റ ഈക്വൽ ടു 0. 6 കോമൺ എടുക്കുക, 6 ഇൻറ്റു ആർ മൈനസ് 2 sin തീറ്റ ഈക്വൽ ടു 0. അപ്പൊ എന്താ കിട്ടി ആർ ഈക്വൽ ടു 0 ഓർ ആർ ഈക്വൽ ടു 2 sin തീറ്റ. അത് ഒന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതാക്കിയിട്ട് ആർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇങ്ങനെ എ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമുല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബി ഈക്വൽ ടു 0. ഇവിടെ എ ഇൻറ്റു ബി ഈക്വൽ ടു 0 കിട്ടിയില്ലേ, ഒന്നെങ്കിൽ ആർ ഈക്വൽ ടു 0 ഓർ ഈ സാധനം അതായത് ആർ മൈനസ് 2 sin തീറ്റ ഈക്വൽ ടു 0. ഇത് ശരിക്കും എന്താ ആർ ഈക്വൽ ടു 2 sin തീറ്റ അല്ലേ, മൈനസ് 2 sin തീറ്റ അപ്പുറത്തോട്ട്. ഓക്കെ ഓക്കെ ആർ ഈക്വൽ ടു 0 ആയിരിക്കില്ല. ആർ ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആർ 0 പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ആയി പോകും. ആർ ഈക്വൽ ടു 0 അല്ല, ആർ ഈക്വൽ ടു 0 പറഞ്ഞ ഒറിജിൻ മാത്രമേ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഇക്വേഷൻ ആർ ഈക്വൽ ടു 0. ഓക്കെ വേണമെങ്കിൽ ഞാൻ ഇനി ഈ ഒരു സർക്കിൾ എക്സ് വൈ ഈ സർക്കിള് ആ സർക്കിളിനെ ഞാനൊന്ന് എക്സ് വൈ പ്ലെയിനിലായിട്ട് ഞാൻ എഴുതി തരാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതൊന്നും തന്നെ മനസ്സിലാക്കാം, അതായിരിക്കും ബെറ്റർ. ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടത്, ഈ കർവ് ഈ ഒരു കർവ് എന്താ ആർ ഈക്വൽ ടു 2 sin തീറ്റ അല്ലേ. ഓക്കെ സോറി സിങ്കിങ് ആണ്. ഓക്കെ ആർ ഈക്വൽ ടു 2 sin തീറ്റ അല്ലേ. ഓക്കെ ഇനി അതിന്റെ പോളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കും. പോളാർ കോർഡിനേറ്റ്സ് അല്ല, പോളാറിൽ വരുന്ന ലിമിറ്റ് ആറിന്റെ ലിമിറ്റ് ആറിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒറിജിനിൽ നിന്ന് പുറത്തോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം. അതായത് ഒറിജിനിൽ നിന്ന് ഒരു ലൈൻ ഒരു എയർ തന്നെ വരച്ചേക്കാം. ഒറിജിനിൽ നിന്ന് പുറത്തോട്ടേക്ക് ഒരു ഏര വരയ്ക്കുന്നു. ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, ആർ ഈക്വൽ ടു 0 തുടങ്ങിയെന്ന് പുറത്തോട്ടേക്ക് വന്ന് ആർ ഈക്വൽ ടു ഈ കർവ് അതായത് ആർ ഈക്വൽ ടു 2 sin തീറ്റയിലൂടെ എക്സിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ആർ എൻഡേഴ്സ് ഫ്രം അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ആർ ഈക്വൽ ടു 0 ടു എക്സിറ്റ് ആൻഡ് എക്സിറ്റ് അല്ല എക്സിറ്റ് അറ്റ് ആർ ഈക്വൽ ടു എന്തായിരുന്നു ആ കർവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഈ കർവിലൂടെ എക്സിറ്റ് ചെയ്യുന്നു. ഈ കർവ് എന്താ ആർ ഈക്വൽ ടു sin തീറ്റ. തീറ്റ എവിടെ നിന്നില്ല എവിടെ വരെ വെയിറ്റ് ചെയ്യുന്നത്, തീറ്റ എവിടെ മുതൽ എവിടെ വരെയാണ് 0 ടു പൈ അല്ലേ വരിക. അതായത് തീറ്റ ഇവിടെ മുതൽ ഇത് വരെ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും ഇവിടെ 0, ഇവിടെ തീറ്റ 0 സോറി തീറ്റ 0 ഈ ലൈൻ. പിന്നെ അങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ എന്താ പൈ ആയി, അതായത് 180 ഡിഗ്രി. 0 മുതൽ 180 ഡിഗ്രി വരെയാണ് തീറ്റ വേരി ചെയ്യുന്നത്. തീറ്റ എന്താ വേരീസ് ഫ്രം 0 ടു പൈ. പിന്നെ ജസ്റ്റ് സെഡ് എന്തായിരുന്നു, സെഡ് എൻഡ് ഫ്രം സെഡ് ഈക്വൽ ടു 0 ആൻഡ് എക്സിറ്റ് അറ്റ് സെഡ് ഈക്വൽ ടു വേരിയബിൾ അവിടെ അല്ലേ സ്ക്വയർ പ്ലസ് i.
അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? ലിമിറ്റ് ഓഫ് സെറ്റ് എന്തായിരുന്നു? 0 ലെസ് ആർ ഈക്വൽ ടു സെറ്റ് ലെസ് ആർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ലിമിറ്റ് ഓഫ് ആർ എന്തായിരുന്നു? 0 ലെസ് ആർ ഈക്വൽ ടു ആർ ലെസ് ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ. പിന്നെ ലിമിറ്റ് ഓഫ് തീറ്റ എന്താ? 0 ലെസ് ആർ ഈക്വൽ ടു തീറ്റ ലെസ് ആർ ഈക്വൽ ടു 5. ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രൽ എഫ് ഓഫ് ആർ തീറ്റ സെറ്റ് ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. ഫസ്റ്റ് ഡി സെഡ് വേരീസ് ഫ്രം എവിടെ മുതൽ എവിടെ വരെ? സെഡ് വേരീസ് ഫ്രം 0 ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പിന്നെ അടുത്ത് ഡി ആർ അല്ലേ? സോ ആർ വേരീസ് ഫ്രം 0 ടു 2 സൈൻ തീറ്റ. പിന്നെ അടുത്ത് ഡി തീറ്റ അത് വേരീസ് ഫ്രം 0 ടു തീറ്റ ഇതല്ല 0 ടു പൈ, അതായത് 180 ഡിഗ്രി. ഇതന്നെയല്ലേ ആൻസർ? നോക്കട്ടെ. ഓക്കെ 0 ടു തന്നെ സംഭവം തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. നമ്മള് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് അല്ലേ? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അവിടെ പാടില്ല, അത് റെക്ടാംഗുലർ കോർഡിനേറ്റ്സിന്റെ സാധനമായില്ലേ? അത് ഞാൻ മാറിപ്പോയി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ ശരിക്കും? ആർ സ്ക്വയർ അല്ലേ? ആർ സ്ക്വയർ അല്ലേ? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരെ ആർ സ്ക്വയർ. ഇത് ശരിക്കും എന്താ? ഈക്വൽ ടു എന്താ? ആർ സ്ക്വയർ. 0 ടു ഈക്വൽ ടു ആർ സ്ക്വയർ. ഞാൻ എഴുതിയതിൽ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയി. ഒന്നുമില്ല. ഇപ്പൊ 0 ടു ആർ സ്ക്വയർ, 0 ടു 2 പൈ, 0 ടു 2 സൈൻ തീറ്റ, 0 ടു പൈ. ബാക്കിയെല്ലാം ഓക്കെ. വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ വേണമെങ്കിൽ ഈ ബേസിലുള്ള സർക്കിളിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് എഴുതാട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരച്ചേക്കാം. ഇങ്ങനെ അല്ല, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. 0 1 അല്ലേ അതിന്റെ സെന്റർ? 0 1 അല്ലേ? ഇവിടെ അല്ലേ വരിക? 0 1 സെന്റർ ആയിട്ട് ഇങ്ങനെ വരുന്ന സർക്കിൾ. അപ്പൊ ഇത് ഒറിജിൻ. ആറ് എങ്ങനെ വരിക? ആറ് ഇവിടെ നിന്ന് സെന്ററിൽ നിന്ന് പുറത്തോട്ടേക്ക് വരയ്ക്കുക. തുടങ്ങുന്ന ഇവിടെ ആർ ഈക്വൽ 0 മുതൽ ആർ ഈക്വൽ 2 സൈൻ തീറ്റ. ആർ ഈക്വൽ 2 സൈൻ തീറ്റ. ആർ ഈക്വൽ 2 സൈൻ തീറ്റ. എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ തീറ്റ പറഞ്ഞ ഇവിടെ മുതൽ ഇവിടെ വരെ വേരി ചെയ്യുന്നത്, അതായത് 0 ടു 5. ശരിക്കും വരയ്ക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. കറക്റ്റ് ഇവിടെ 0 മുതൽ ടാൻജൻഷ്യലായിട്ട് വരും, 0 മുതൽ 5 വരെ. അപ്പം അത്രേ ഉള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അറിയില്ലേ? ഇതിപ്പോൾ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ നമുക്കിപ്പം ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തരണം. എഫ് എഫ് എക്സ് വൈ സെറ്റിന് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ തരണം. നമ്മൾ സാധാരണ ഫസ്റ്റ് ഡി സെഡ് ആണ് സെഡിനെ വെച്ചിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്യുക. അതായത് സെഡ് മാത്രം വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്, അതായത് ആറും തീറ്റയും കോൺസ്റ്റന്റ്, അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. പക്ഷെ അടുത്ത് കിട്ടുന്നത് കൊണ്ട് ഈ ആറ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആറ് മാത്രം വേരിയബിൾ, തീറ്റ കോൺസ്റ്റന്റ്, അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഇല്ല. ഇനിയിപ്പോൾ വല്ല ക്വസ്റ്റ്യന് ഗൈഡിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ ഫോണാൽ ഇന്റഗ്രേറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്യാത്തത്. ഓക്കെ.